ദാസനെ ശുശ്രൂഷിക്കാൻ അവസരം കൊടുക്കണം. സമയം വേഗത്തിൽ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ദൈവനാമത്തിൻ്റെ കൊടുക്കാനുള്ള അവസരമാണല്ലോ. ഓഫറിങ് എടുക്കാൻ പോകുകയാണ്. ഒരു ശീലപ്പാട്ട് മാത്രം, ഓഫറിങ് എടുത്ത് തീരുന്നത് വരെ മാത്രമേ പാട്ടുണ്ടാകത്തുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വേഗം ഒരു പാട്ട് പാടിയാണ്. സ്തോത്രം. ആമേൻ. ഹോ ഗ്ലോറി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാമേശുവേ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാമേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. സൗഖ്യദായകൻ എന്നേശു, ആടിപ്പിഴരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ എൻ്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ എൻ്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം അർപ്പിച്ച സ്തോത്ര വഴിപാടിനായി ഒന്ന് സ്തോത്രം ചെയ്താട്ട്, കേൾപ്പിച്ച അനുഗ്രഹമേറിയ സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം ചെയ്താട്ട്. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ മധ്യേ കേൾപ്പിച്ച അനുഗ്രഹമേറിയ സാക്ഷ്യങ്ങൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ സഹോദരിയെ കർത്താവെ ആപത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. ദൈവം കൊടുത്ത അത്ഭുത വിടുതലിനായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രിയ ആശക്കിൻ്റെ സഹോദരിക്ക് എക്സാം പാസ്സാകുവാൻ ദൈവം കൃപ കൊടുത്തു കർത്താവേ. പ്രിയ സിസ്റ്റർ വിജിക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആ ജോലി ലഭിക്കാനിടയായല്ലോ. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കണം. കുടുംബമായ ഇവിടുന്ന് മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ കർത്താവേ. സഭയായി ഞങ്ങളെ വിശ്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എവിടെയായിരുന്നാലും വേഗം വരുന്ന കർത്താവിന് വേണ്ടി ഒരുങ്ങുവാനും അനേകരെ നമ്മെ ഒരുക്കുവാനും ദൈവം കൃപ കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളുണ്ടല്ലോ കർത്താവേ. രഹസ്യമായും പരസ്യമായും പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിനുമേൽ ദൈവ അത്ഭുതം ചെയ്യണമേ. ഞങ്ങളുടെ മധ്യ അയച്ച ദൈവ ഭൃത്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശേഷ കർത്താവിൻ്റെ ദാസൻ റിങ്കിൾ ടോബിൽ പാസ്റ്റർക്ക് ഈ ദേശത്ത് വരുവാൻ കർത്താവ് വഴിയൊരുക്കി. ചില ദിവസങ്ങൾ തന്നെ മക്കളോടൊപ്പം ഇവിടെ ആയിരിക്കുമ്പോൾ നിന്റെ കൃപ ധാരാളമായി പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം
വചനത്തിൽ കൂടെ കർത്തൃപ്രത്തിൽ കൂടെ ദൈവം ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളിൽ കടന്നുപോയ വേദനയുടെ, വേർപാടിൻ്റെ, ദുഃഖത്തിൻ്റെ നടുവിൽ പ്രത്യാശ കൈവിടാതെ നിൽക്കാൻ ദൈവം റെഡിയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, കൽപ്പിച്ച നല്ല സങ്കീർത്തനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവൃത്തിനെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വാക്യം പറയുവാൻ ബലപ്പെടുത്തിയല്ലോ. വരുവാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുണ്ടല്ലോ, എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, പ്രത്യാശാൽ കർത്താവിൻ്റെ ദാസൻ ജോൺ പാസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്തൃത്വത്തിൻ്റെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ മുഴുവനായി ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അർപ്പിച്ച സ്തോത്ര വഴിപാടിനായി സ്തോത്രം. ഇതിലേക്ക് കരം നീട്ടിയ സകലരെ ദൈവം അനുഗ്രഹിക്കണമേ. ആഗ്രഹിച്ച അളവിൽ കൊടുപ്പാൻ കഴിയാതെ ഭാരം അനുഭവിക്കുന്നവരെ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവം അവർക്ക് സഹായകനായി കൂടിയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ അവസാനത്തെ പൈസ വരെ ദൈവനാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കണം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. കർത്താവില്ലവരും അനുകരിക്കട്ടെ. മുഖവര കൂടാതെ കർത്താവിൻ്റെ ദാസനെ ഞാൻ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ഒരു വാക്കെങ്കിലും പറയണമല്ലോ. നാം ഇവരെ സ്നേഹിക്കുന്ന എബിവരുടെയും സിസ്റ്റർ ഷേബയുടെയും വത്സല പിതാവാണ്. പ്രിയപ്പെട്ടവർ, ഈ രാജ്യത്ത് വരുന്നതിന് മുമ്പ് ഞാൻ കർത്താവിൻ്റെ ദാസൻ സംസാരിച്ചിട്ടുണ്ട്. ടെലിഫോണിൽ വിളിച്ച് അതിനുമ്പോൾ അവരുമായിട്ട് ഞാൻ നാട്ടിൽ ലഭ്യതരായിരുന്നപ്പോൾ സംസാരിപ്പാനും പ്രാർത്ഥിപ്പാനും ഇടയായി. പിന്നെ ഇവിടെ വന്നു. അന്ന് മുതൽ പ്രിയപ്പെട്ടവരെ ഓർക്കുമ്പോൾ വത്സല കുടുംബത്തെ നമ്മൾ ഓർക്കാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പോയ ദുഃഖത്തിൻ്റെയും നെടുവീർപ്പിൻ്റെ നടുവിൽ സഭയായി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ആമേ കൈത്താങ്ങൽ നൽകുവാനും ഒക്കെയും ദൈവം ഇടയാക്കി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ സീനിയർ ശുശ്രൂഷകനായി 4.5 പതിറ്റാണ്ടിലധികം കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. തുടർന്നും കർത്താവിൻ്റെ വേലയെ തുടരുവാൻ ദൈവകൃപ ധാരാളമായി പകരപ്പെടുമാറാകട്ടെ. നമ്മുടെ മധ്യ ഈ ദൈവവൃത്തിനെ അയച്ചതിൽ നമ്മൾ വളരെ സന്തോഷമുള്ളവരാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ കരങ്ങളെ ഉയർത്തി, വലത് കരങ്ങളെ ഉയർത്തി 3 ഹല്ലേലൂയ ഗ്രീറ്റിംഗ്സ് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യവും 15-ാം വാക്യവും. 2 Chronicles chapter 20 verse 12 and 15. പതിനഞ്ചാം വാക്യം കൂടെ. മതി. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കുക. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുക. ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് ഇടപെടുക. ദൈവം നമ്മോട് സംസാരിക്കുക. കേവലം ഒരു വാക്യം വായിച്ചു വിടുന്നതല്ല. ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ നിറയ്ക്കുവാൻ, ദൈവം നമ്മെ അഭിഷേകം ചെയ്യുവാൻ, ദൈവം നമ്മെ വിടിവിക്കുവാൻ, നമ്മുടെ മുന്നിലുള്ള സകല ശത്രു സൈന്യങ്ങളെയും ദൈവം തകർക്കുവാൻ, സകലത്തിന്മേലും ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് ജയം നൽകുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ കടന്നു വരുന്നു. അവിടുന്ന് ഞങ്ങളുടെ ദൈവമാണ്, അവിടുന്ന് ഞങ്ങളുടെ പിതാവാണ്. കഴിഞ്ഞ നാളുകൾ ഞങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ വിടുവിച്ച ദൈവമാണ്. ഇന്നയോളം ദൈവം ഞങ്ങളെ കൊണ്ടുവന്ന പൊന്നുകൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ വായിച്ച വാക്യങ്ങളെ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അടിയന്റെ മേൽ വ്യാപരിക്കുമാറാകണമേ. അക്ഷരത്തിൻ്റെ വഴക്കമല്ല, ആത്മാവിൻ്റെ പുതുക്കത്താൽ ഇന്ന്
ഇന്ന് പകൽക്കാലം ഇവിടെ ഒരു വലിയ ശുശ്രൂഷ വെളിപ്പെടുവാൻ ദൈവമേ അവിടുത്തെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏഴയാകുന്ന അടിയനെയോ അവിടുത്തെ കരകളിൽ ഭരമേൽപ്പിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വായിച്ചതായ വാക്യത്തിൽ ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. ഒന്ന്, ഞങ്ങൾക്ക് ശക്തിയില്ല. രണ്ട്, എന്തു ചെയ്യേണ്ടുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല. മൂന്ന്, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ലഭിക്കുന്ന മറുപടി ഇതാണ്: ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റേതത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെയോ നിങ്ങൾക്കറിയാമായിരിക്കും. ഈ വാക്യത്തിൽ നിന്ന് പലപ്പോഴും നിങ്ങൾ പ്രസംഗിക്കുകയും പ്രസംഗം കേൾക്കുകയും ചെയ്തിരിക്കും. എങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ സന്തോഷിപ്പിച്ച 2 വാക്യങ്ങളാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചത്. ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ. യഹൂദ രാജാവായ യഹോശാഫാത്തും ഇസ്രായേൽ രാജാവുമായി യുദ്ധത്തിന് കടന്നു പോകുമ്പോൾ ഇസ്രായേൽ രാജാവ് വേഷം മാറി നിന്ന് യഹോശാഫാത്തിനെ മുൻപിൽ നിർത്തി യുദ്ധം ചെയ്തു. പക്ഷേ അത്ഭുതകരമായ നിലയിൽ യഹോശാഫാത്ത് ആ യുദ്ധത്തിൽ രക്ഷ പ്രാപിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ പിന്നെയും നേരിടുന്നതായ ചില പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു രാജാവെന്ന് പറയുമ്പോൾ പലവിധമായ പോരുകളും പോരാട്ടങ്ങളും ഇതര രാജ്യങ്ങളിൽ നിന്നുള്ളതായ ഫൈറ്റുകളും അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ യഹോശാഫാത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് 20-ാം അധ്യായത്തിലെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ ശേഷം മോവാബ്യരും അമോന്യരും അവരോടുകൂടി മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 3 വൻ ശക്തികൾ യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമുക്ക് ദൈവികമായ ഒരു തൃത്വമുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സ്തോത്രം. അതേപോലെ ശത്രുവിന് ത്രിത്വമുണ്ട്. അവൻ പലപ്പോഴും ത്രിത്വ ശക്തിയിലാണ് നമ്മോട് പൊരുതുന്നതും നമുക്കെതിരെ കയറി വരുന്നതും. അവൻ്റെ ത്രിത്വ ശക്തി എന്ന് പറയുന്നത് നമുക്കെതിരെ പോരാടുന്ന പോര് ലോകം, ജഡം, പിശാച്. അവൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത് കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അപ്പം ലോകം, ജഡം, പിശാച്, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇത് 3 അവൻ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് അതിൽ നമ്മെ പന്താടിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ആത്മീയ വീക്ഷണം പ്രാപിച്ച ഒരു ദൈവത്തിൻ്റെ പൈതലിന് നിശ്ചയമായും അതിന്മേൽ ജയമെടുപ്പാൻ കഴിയും. നമുക്കറിയാം, കർത്താവിന് ഈ 3 വിധത്തിലുള്ളതായ പരിശോധനകൾ കടന്നു വന്നു. അതിൽ 3ലും കർത്താവ് ജയിച്ചു. സ്തോത്രം. യുദ്ധങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ അതിലും ഒരു തൃത്വമുണ്ട്. കരസേന, ജലസേന, നാവികസേന, അതിലുമുണ്ട് തൃത്വം. നെഹമ്യാവിനോട് ചോദിച്ചാൽ നെഹമ്യാവ് പറയും, അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ആലയപ്പണിയോടുള്ള ബന്ധത്തിൽ ത്രിത്വശക്തികൾ എൻ്റെ നേരെ കടന്നു വന്നു. സൻബല്ലത്ത്, തോബിയാവ്, ഗേശേം. അപ്പം നാം നോക്കുമ്പോൾ പൈശാചിക ശക്തികളെല്ലാം ഒറ്റയ്ക്കല്ല കടന്നു വരുന്നത്, ത്രിത്വശക്തിയോടെയാണ്.
എന്നാൽ അതിൻ്റെ മേൽ ജയമെടുക്കുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ കർത്തവ്യം. അതിനുവേണ്ടി ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. അത് കാണുവാനുള്ള ആത്മീയ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഈ 3 ശക്തികൾ യഹോശാഫാത്തിന് നേരെ കടന്നു വരുമ്പോൾ യഹോശാഫാത്ത് എന്തു ചെയ്തു? ഇവിടെ വായിക്കുന്നത്, അവൻ ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു, യഹൂദയിൽ ഒക്കെ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. അപ്പോൾ ഭയപ്പെട്ടു. ഒന്നാമതായിട്ട് ശത്രുവിനെ കണ്ടപ്പോൾ അവൻ എന്തു ചെയ്തു? ഭയപ്പെട്ടു. നാം വേദപുസ്തകം വായിക്കുമ്പോൾ പ്രധാനമായി എൻ്റെ കാഴ്ചപ്പാടിൽ ലഭിച്ച കാര്യം, ശത്രുവിൻ്റെ 5 വിധ ആയുധങ്ങളുണ്ട്. ഒന്ന് സംശയം, മറ്റൊന്ന് ഭയം, 3 നിരാശ, 4 കൂരിരുട്ട്, 5 കാലതാമസം. പ്രൈസ് ദി ലോർഡ്. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വന്നു കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സംശയം, ഇത് പിശാച് കൊണ്ടുവന്ന എവിടെയാണ്? ഏദൻ പർദീസയിൽ. ഹവ്വയെ ചതിക്കുവാനായി, ദൈവസന്നിധിയിൽ നമ്മളെ അകറ്റുവാനായി, ദൈവിക പദ്ധതിയിൽ നമ്മളെ മാറ്റുവാനായി, തോട്ടത്തിൽ നിന്ന് പുറത്താക്കത്തക്ക നിലയിൽ പിശാച് കൊണ്ടുവന്ന ഒന്നാമത്തെ ആയുധം സംശയമാണ്. ഹല്ലേലൂയ. അവിടെ ഒരു വാക്ക് ഞാൻ പറയാം. അവിടെ അവൾ സംശയിച്ച ഒരു പദം വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അവൾ ഇരുന്നും എഴുന്നേറ്റും നിന്നും ചിന്തിച്ചു, അങ്ങനെ ഒരു വാക്ക് ദൈവം പറഞ്ഞോ? വാസ്തവമായി അതിൽ വെച്ച് പിശാച് പിടിച്ചു. ഇങ്ങനെയാണ് സാത്താൻ പല നിലകളിലും നമുക്ക് എതിരെ ചൂണ്ടയിടുന്നത്. എവിടെ തൊട്ടാൽ ഇവനെ വീഴ്ത്താം, എവിടെ ഒന്ന് കൈവച്ചാൽ ഇവൻ വീഴും, ഏതൊരു വാക്ക് പറഞ്ഞാൽ ഇവൻ നിരാശപ്പെടും. ഇത് പിശാചിൻ്റെ തന്ത്രങ്ങളാണ്, പിശാചിൻ്റെ ആയുധങ്ങളാണ്. ഇത് ദൈവമക്കൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ, അവനോട് എതിർത്ത് നിൽപ്പേൻ, അവൻ നിങ്ങളെ വിട്ടു ഓടിപ്പോകും. ഹല്ലേലൂയ. അവനോട് എതിർത്ത് നിൽക്കണം. അവൻ ശക്തനാണ്, പക്ഷേ ദൈവമാണ് സർവശക്തൻ. ഹല്ലേലൂയ. അവൻ്റെ ശക്തി കുറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് അവൻ പിന്നെ ശക്തിപ്പെടുകയാണോ എന്നൊരു സംശയമുണ്ട്. എന്നാൽ ദൈവമക്കളാകുന്ന നാം അതിനേക്കാൾ ഉപരിയായി ശക്തി പ്രാപിച്ച്, ബലം പ്രാപിച്ച്, പിശാചിനെ ചവിട്ടി മെതിച്ച് നാം മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. കാരണം നമ്മുടെ യേശുവിൻ്റെ വരവടുത്തിരിക്കുന്നത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ അനേകരെ ലോകത്തിലേക്ക്, ലോക ഇൻപങ്ങളിലേക്ക്, ലോകമോഹങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കാഴ്ചപ്പാടുകൾ നഷ്ടമാക്കിക്കൊണ്ട് ഭൗതിക നന്മയിലേക്കോ മറ്റ് ജഡീയ മോഹങ്ങളിലേക്കോ അവൻ ദൈവമക്കളെ ഇറക്കി വിട്ടിട്ട് അവൻ ദൈവിക പദ്ധതിയിൽ നിന്ന്, ദൈവിക പ്ലാനുകളിൽ നിന്ന് അകറ്റി നിർത്തുവാനായി അവൻ അവൻ്റെ ശക്തിയോടെ പൊരുതുന്നു. അവനറിയാം കാലം ഇനി അധികമില്ല, കാലം അധികമില്ല എന്ന് മനസ്സിലാക്കി ദൈവമക്കൾക്കെതിരായി, ദൈവദാസന്മാർക്ക് എതിരായി, ദൈവമക്കളുടെ തലമുറകൾക്കെതിരായി അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ശടകൂടൻ എഴുന്നേൽക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ശടകൂടഞ്ഞ് എഴുന്നേൽക്കേണ്ട ഒരു കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം താഴോട്ട് വരാം. എന്തുകൊണ്ട് യഹോശാഫാത്ത് ദൈവത്തെ അന്വേഷിപ്പാൻ തയ്യാറായി എന്ന് നാം ചിന്തിക്കുമ്പോൾ, സ്തോത്രം, ദൈവത്തിൻ്റെ ശക്തിയോ ദൈവത്തിൻ്റെ മഹത്വമോ ദൈവത്തിൻ്റെ പ്രവൃത്തിയും കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചറിഞ്ഞ യഹോശാഫാത്ത് പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ അവർ പിന്നെയും അവൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഇന്ന് പകൽ ദൈവസേനയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പോരാട്ടങ്ങൾ വരുമ്പോൾ നമുക്ക്
നെയ്തെടുക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾ നമ്മെ എത്തിപ്പിടിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട, നമുക്ക് കടന്നു ചെല്ലുവാൻ ഒരു സങ്കേത നഗരമുണ്ട്. അത് നമ്മുടെ രക്ഷിതാവായ കർത്താവിൻ്റെ പാദപീഠത്തിലേക്കാണ്. കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഇതാ കടന്നു ചെല്ലുമ്പോൾ ഇരുകരങ്ങളും നീട്ടി നമ്മെ അടയ്ക്കുന്ന ഒരു ദൈവം, നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം, നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവം, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ. നമ്മെ പൊക്കിയെടുക്കുന്ന ദൈവം. Praise the Lord. Hallelujah. കഷ്ടതയുടെ നടുവിൽ നമ്മെ പൊക്കിയെടുക്കുന്ന ഒരു ദൈവം. നമുക്കറിയാം, പത്രോസ് വെള്ളത്തിൽ താന്നു പോയപ്പോൾ ഹല്ലേലൂയ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഇങ്ങനെ പറഞ്ഞു കാണും, നിനക്ക് ഇത് തന്നെടാ വേണം. ഞങ്ങളെല്ലാവരും പടകിലിരിക്കുമ്പോൾ നിനക്ക് മാത്രം എന്താ കർത്താവിനെ പോലെ ഇങ്ങനെ നടക്കണമെന്ന് ഇവർ മനസ്സിൽ ചിന്തിച്ചപ്പോൾ എൻ്റെ യേശു കർത്താവ് എന്ത് ചെയ്തു? പത്രോസിനെ കൈക്ക് പിടിച്ചു പൊക്കി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പലപ്പോഴും നമ്മുടെ പരാജയം കണ്ട് പലരും ഹല്ലേലൂയ സന്തോഷിക്കുമ്പോൾ നമുക്ക് ജീവൻ നൽകിയ നമ്മുടെ യേശു കർത്താവ് നാം പരാജയപ്പെടുവാൻ ആഗ്രഹിക്കുന്നവനല്ല, നമ്മെ കൈക്ക് പിടിച്ചു വെക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യെഹോശാഫാത്ത് ദൈവത്തോട് പറയുന്ന ഒരു കാര്യം, എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വിഷയം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 6-ാം വാക്യത്തിൽ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ, നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമമോ നിന്റെ മക്കളുണ്ടല്ലോ. ഇന്ന് പകൽ ദൈവസേനയിലായിരിക്കുന്ന ദൈവമക്കളെ ഓർത്തുകൊള്ളേണ, നാം സേവിക്കുന്ന ദൈവമാര്? നാം സേവിക്കുന്ന ദൈവം കണ്ണാടിക്കൂട്ടിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന ദൈവമല്ല, ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കുത്തിയിരിക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം, മരണത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ച ആ ജയവീരനായ യേശുവാണ് നമ്മുടെ ദൈവം. ഇവിടെ യെഹോശാഫാത്ത് പറയുന്നു, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ, നീ സ്വർഗസ്ഥനായ ദൈവം, നീ ജാതികളെ ഭരിക്കുന്നവൻ. ആമേൻ. പിന്നെ പറയുന്നു, സകല രാജ്യങ്ങളെയും ഭരിക്കുന്നവൻ മാത്രമല്ല, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ആ കാഴ്ചപ്പാട് ദൈവമക്കളായ നാം മനസ്സിലാക്കണം. നാം സേവിക്കുന്ന ദൈവം ആര്? ആമേൻ. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം, പ്രകൃതിയെ സൃഷ്ടിച്ചവൻ, പ്രപഞ്ചത്തെ മെനഞ്ഞെടുത്തവൻ, ഹല്ലേലൂയ, മാനവജാതിയെ സൃഷ്ടിച്ചവൻ, സകലത്തിനും അതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം, മാത്രമല്ല അവരെ വീണ്ടെടുപ്പാൻ അധികാരമുള്ളവനായ ദൈവം. നാം മനസ്സിലാക്കണം, നമ്മുടെ ദൈവം സർവശക്തനാണ്. ദൈവത്തിന് അധികാരമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നം വന്നാലും അതിൽ നിന്ന് വിടിയിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയിട്ട് യെഹോശാഫാത്ത് ദൈവത്തോട് പറയുന്ന കാര്യമാണ്, ആമേൻ, ഈ ജനത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. ആദ്യം പറയും, ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഈ ജനത്തോട്, എൻ്റെ നേർക്ക് വരുന്ന ജനത്തോട് എതിർപ്പാൻ എനിക്ക് ശക്തിയില്ല. ഒന്ന്, ശക്തിയില്ല. 2, എന്ത് ചെയ്യേണ്ടുവെന്ന് അറിയുന്നില്ല. 3, ഇനി ചെയ്യുവാനൊരു മാർഗമേ ഉള്ളൂ, അവിടുത്തെ മുഖത്തേക്ക് നോക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 17-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് 11,60,000 പട്ടാളക്കാർ യഹോശാഫാത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനു പുറമെ രാജ്യത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി നിയമിക്കപ്പെട്ടതായ പട്ടാളക്കാർ, പടയാളികൾ, അതിൻ്റെ എണ്ണം പറയുന്നില്ല. ഏതായാലും ഒരു വലിയ സൈന്യം, ഒരു വലിയ പടജനം യഹോശാഫാത്തിന്റെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ താൻ ഇതൊന്നും തൻ്റെ കഴിവായിട്ടോ തൻ്റെ പുകഴ്ചയായിട്ടോ താൻ പറയാതെ താൻ പറയുകയാണ്, എനിക്ക് ശക്തിയില്ല, എനിക്ക് ശക്തിയില്ല. ലോകത്തിൽ എനിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവമേ, അങ്ങയുടെ മുൻപാകെ ഞാൻ ഏതുമില്ല. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. നമുക്ക് പലതും ഉണ്ടായേക്കാം, എടുത്തു പറയാം, പല 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 കാരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നാം സീറോയാണ്. ആമേൻ. ആ ഒരു അർപ്പണം
മനോഭാവം പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ വിടിയിപ്പാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ ശേവ ഓടിച്ച വണ്ടി കണ്ടു. എൻ്റെ തമ്പുരാനെ, സ്തോത്രം. ഏതൊരു വ്യക്തി കണ്ടാലും ചോദിക്കും ആൾ ജീവനോടെ ഉണ്ടോ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൾ ദൈവത്തിൻ്റെ കരത്തിൽ ഭദ്രമായിരുന്നു. ദൈവകരങ്ങളിൽ ഒരു വ്യക്തി ഭദ്രമായിരുന്നാൽ ആ വ്യക്തിയെ സൂക്ഷിക്കേണ്ടത്, പരിപാലിക്കേണ്ടത്, വിടുവിക്കേണ്ടത്, നിലനിർത്തേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ കിടപ്പാടാണ്. കാരണം നാം നമുക്കുള്ളവരല്ല, നാം ദൈവത്തിനുള്ളവരാണ്. യഹോശാഫാത്ത് പറയും ഞങ്ങൾക്ക് ശക്തിയില്ല, പിന്നെ എന്ത് ചെയ്യേണ്ടു എന്നറിയുന്നില്ല. ജീവിതത്തിൽ പലപ്പോഴും എന്ത് ചെയ്യേണ്ടു എന്നറിയാത്ത സന്ദർഭങ്ങൾ കടന്നു വരാറുണ്ട്. ചിലപ്പോൾ അർദ്ധരാത്രിയിൽ ആയിരിക്കും നമ്മുടെ കുഞ്ഞ് ഞെട്ടി ഉണർന്ന് കരയുന്നത്. വാതോരാതെ കരയുകയാണ്, നിർത്താതെ കരയുകയാണ്. എന്തു ചെയ്യും? അർദ്ധരാത്രിയുടെ വേളയാണ്. ആരെ വിളിക്കും? എങ്ങോട്ട് കൊണ്ടുപോകും? സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുന്ന ആ സമയത്തിൽ എന്തു ചെയ്യേണ്ടുവെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോഴാണ് മുഴങ്കാലിന്മേൽ നിന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കേണ്ടത്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യേണ്ടെന്നറിയാത്ത അനേക സന്ദർഭങ്ങളുണ്ടായി. അതിലൊന്ന് ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം ഒത്തിരി വിവരിപ്പാനുള്ളത് കൊണ്ട് ചുരുക്ക വാചകങ്ങളിൽ പറയാം. എനിക്ക് ആദ്യത്തെ കുഞ്ഞ് ജനിച്ച് 2 മാസമായപ്പോൾ എൻ്റെ ഭാര്യ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾ കാണുന്ന കാഴ്ച എല്ലാ വസ്തുക്കളും 2ആയി കാണുകയാണ്. എന്നെ നോക്കിയാൽ ഞാൻ ഇവിടെയുണ്ട്, 6 അടി മാറി അപ്പുറത്തുണ്ട്. ഒരു പ്ലേറ്റ് ചോറ് കൊണ്ടുവച്ചാൽ ഒരു പ്ലേറ്റ് ഇവിടെയുണ്ട്, ഒരു പ്ലേറ്റ് 6 അടി അപ്പുറം. കുഞ്ഞിനെ നോക്കിയാൽ, കുഞ്ഞിനെ എടുക്കാൻ ചെന്നാൽ കുഞ്ഞ് അവിടെ കാണത്തില്ല, 6 അടി അപ്പുറത്താണ് കുഞ്ഞ് കിടക്കുന്നത്. വാതിലിൻ്റെ അടുക്കലേക്ക് എന്ന് തപ്പി നോക്കിയാൽ അത് വാതിലായിരിക്കുകയല്ല, ചുവരായിരിക്കും. ഇങ്ങനെയുള്ളതായ ഒരു വലിയ പ്രതിസന്ധി അവളുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വ്യാകുലപ്പെട്ടു. അനേക ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവരൊക്കെ പറയും വിടുതലുണ്ട് വിടുതലുണ്ട് വിടുതലുണ്ടെന്ന് പറയുന്നതല്ലാതെ വിടുതൽ ലഭിക്കുന്നില്ല. ഒടുവിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. അവരുടെ മൂത്ത ചേച്ചി അന്ന് ഹെഡ് നഴ്സായിരുന്നു. അവരുടെ കെയർ ഓഫിലാണ് കടന്നുപോയത്. 6 ഡോക്ടർമാരിരുന്ന് പരിശോധിച്ചിട്ട് അവർ വിധി എഴുതിയ ഇങ്ങനെയാണ്: തലച്ചോറിൽ നിന്ന് കണ്ണിലേക്ക് വരുന്ന ഓപ്റ്റിക് നെർവ് വീക്കായി. അതുകൊണ്ട് തലയോട്ടി ഇളക്കിയിട്ട് ഈ വീക്കായ, ഈ ചത്തുപോയ ഈ ഞരമ്പിനെ മുറിച്ചു മാറ്റിയിട്ട് പകരം നേർത്ത പ്ലാസ്റ്റിക് ട്യൂബ് ഘടിപ്പിച്ചാൽ ഒരു പക്ഷേ കണ്ണിന് കാഴ്ച കിട്ടിയേക്കും. അതും അവർ തീർത്ത് പറയുന്നില്ല. അത് മെഡിക്കൽ കോളേജിൽ അത് ചെയ്യത്തില്ല, വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആകെ പ്രശ്നമായി. എന്ത് ചെയ്യണമെന്നറിയാതെ കരയുവാൻ തുടങ്ങി, വ്യാകുലപ്പെടുവാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ, മുഖത്തോട് മുഖം നോക്കുമ്പോൾ കരയുകയാണ്, മുറിക്കുള്ളിൽ പൊട്ടിക്കരയുകയാണ്. ഒരു ദിവസം ഞാൻ അവളോട് പറഞ്ഞു, അമ്മേ, നിന്റെ 2 കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാലോ ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല, നിന്റെ കൈക്ക് പിടിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുമെന്ന്. അവൾ ചോദിച്ചു, കണ്ണുണ്ടായിരുന്ന ഞാൻ കുരുടിയായിട്ടാണോ ഇനി കർത്താവിൻ്റെ വേല ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ദൈവം വിടുവിക്കോ. ഹല്ലേലൂയ. ദൈവം വിടുവിപ്പാ ശക്ത. ഒടുവിൽ എൻ്റെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, അവിടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അവിടെ പ്രാർത്ഥിക്കുന്ന നല്ല ദൈവകൃപയുള്ള ഒരു ദൈവദാസന് കുടുംബം ഉണ്ടായിരുന്നു. തൻ്റെ സഹോദരി അമ്മേ വളരെ രോഗശാന്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. സ്തോത്ര. എന്നാൽ അവിടേക്ക് കടന്നുപോയി. അവിടെ 40 ദിവസം ഉപവാസം നടക്കുകയാണ്. ഒരു ദിവസം സംഭവിച്ചത് ഞാൻ പറയട്ടെ. ഒരു വേൾക്കാല ആ കർത്തൃദാസന് തൻ്റെ സഹോദരിയുമായി ആത്മാവിൽ നിറഞ്ഞു വന്ന് എൻ്റെ ഭാര്യയുടെ തലയിൽ കൈവച്ച് അവളിൽ ഉണ്ടായിരുന്ന ആ രോഗബന്ധനത്തെ മാറ്റി. പ്രിയ ദൈവമക്കളെ, ശാസിച്ചു കഴിഞ്ഞു. അവൾ കണ്ണു തുറന്നപ്പോൾ ഈ വലതുഭാഗത്തിരുന്ന കൃഷ്ണമണി ഈ കണ്ണിൻ്റെ മധ്യഭാഗത്ത് വരുവാനിടയായി. അന്ന് പകൽക്കാലം മുതൽ 2ആയി കണ്ടത് അവൾ 1ആയി കാണുവാനിടയായി. ഹല്ലേലൂയ. എന്തു ചെയ്യണമെന്ന് അറിയാതെ വ്യാകുലപ്പെട്ട് ദൈവസന്നിധിയിൽ കടന്നു ചെന്നപ്പോൾ ദൈവം വിടുവിച്ചു. ഹല്ലേലൂയ. ഒരു തല മുടി പോലെ ഇളക്കുവാൻ ദൈവം അനുഭവിച്ചില്ല. അതാണ് ദൈവത്തെ
ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാല ആമേൻ നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലോ പല സാഹചര്യങ്ങളിലോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വ്യാകുലപ്പെടുമ്പോൾ ദൈവമക്കളെ ഓർത്തുകൊള്ളുക, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. ഹല്ലേലൂയ, ആമേൻ. പിന്നെ ഹല്ലേലൂയ, ഈ സൈന്യത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ദൈവമുഖത്തേക്ക് നോക്കുന്ന ദൈവത്തിൻ്റെ പൈതല് അവൻ ഒരു നാളും നമ്മെ കൈവിടുകയില്ല. അവിടെ നമുക്ക് വിജയം കണ്ടെത്തുവാൻ കഴിയും, വിടുതൽ കണ്ടെത്തുവാൻ കഴിയും. വിഷയം എന്ത് തന്നെയായാലും അതെത്ര കാഠിന്യമുള്ളതായാലും ശരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉണ്ട പോലുള്ള പ്രശ്നങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അതിനെ പൊരിയുണ്ട പോലെ പൊടിച്ച് കയ്യിൽ തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, അത് ഓർത്തുകൊള്ളേണം. ഇവിടെ ഒരു മറുപടി ലഭിക്കുകയാണ്, ഈ സൈന്യ നിമിത്തം നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുക. ഈ സൈന്യം നിമിത്തം നീ എന്ത് ചെയ്യണ്ട, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിക്കേണ്ട ആവശ്യമില്ല. സ്തോത്ര, ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗത്തുനിന്നൊന്നും വിവരിക്കുന്നില്ല. അതെ, എന്നിട്ട് പറയുന്നു, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ഹല്ലേലൂയ. ഒരിക്കൽ ദാവീദ് ഗോലിയാത്തിനോട് പറഞ്ഞു, ഈ യുദ്ധം ഞങ്ങളുടേതല്ല, ഈ യുദ്ധം ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. നീ എന്നെ കാണുന്നത് പോലെയല്ല ഗോലിയാത്തേ, നീ എന്നെ കാണുന്നത് ഒരു ബാലനാണെന്ന്. പക്ഷേ എനിക്ക് നിന്നോട് പറയുവാൻ കഴിയോ, നീ അറിയാത്തത്, നീ കേൾക്കാത്തത്, നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒന്ന് എൻ്റെ മേലുണ്ട്. അതെന്നെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ. എവിടെ ദൈവിക അഭിഷേകമുണ്ടോ അവിടെ വിടുതലുണ്ട്. ഹല്ലേലൂയ. അവിടെ ശത്രു പരാജയപ്പെടൂ, അവിടെ ദുഷ്ടൻ കീഴ്പ്പെടൂ, അവിടെ രോഗം മാറൂ, അവിടെ ക്ഷീണം മാറൂ, അവിടെ വേദന മാറൂ, അവിടെ നിരാശ മാറൂ, അവിടെ മരണം മാറൂ. ഹല്ലേലൂയ. പുതുജീവൻ പ്രാപിപ്പാനിടയാകൂ. ഇവിടെ യഹോശാഫാത്തിനോട് പറയുന്നു, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ആമേൻ. അവിടെ പറയുന്നത് ഈ വാക്യം വായിക്കുമ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ചിരിച്ചു പോയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നാളെ അവരുടെ നേരെ ചെല്ലുവേൻ. സ്തോത്രം. എപ്പോഴാണ് ചെല്ലാൻ പറഞ്ഞത്? നാളെ. നാളെ സൈന്യം 3 നിൽക്കുകയാണ്, 10,000 മുന്നിൽ നിൽക്കുകയാണ്. ദൈവം പറയാണ്, ഇന്ന് നീ അവരുടെ അടുക്കൽ പോണ്ട, ഇന്ന് അവരവിടെ നിന്നോട്ടെ. സ്തോത്രം. നാളെ പോയാൽ മതി. ഇച്ചിരി വെള്ളം വേണം. നാളെ പോയാൽ മതി. ഹല്ലേലൂയ. രസകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ശത്രു നിൽക്കുമ്പോൾ ആരെങ്കിലും പറയാണ്, അല്ലെങ്കിൽ ഒരു നാട്ടിലെന്ന് വിചാരിക്കുക, ഒരു പട്ടി കടിക്കാനായിട്ട് ഇങ്ങനെ കുരച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ ശ്രദ്ധിക്കണം, നീ ഒരു കസേരയായിട്ട് അങ്ങോട്ട് മാറിയിരിയെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമോ? കേൾക്കില്ല. സ്തോത്രം. അതുപോലെ ഇവിടെ പറയുന്നത്, നാളെ അവരുടെ അടുക്കിലേക്ക് ചെല്ലുക, ഇന്ന് അവരോട് നിന്നോട്ടെ, നാളെ ചെല്ലുക. അപ്പോൾ ഈ ഒരു ദിവസം എന്താണ് ചെയ്യേണ്ടത്? അവരവിടെ നിൽക്കുന്നു, നമുക്കെതിരെ യഹോശാഫാത്തിനെതിരെ വെല്ലുവിളിക്കുന്നു. ദൈവം പറയുന്നു, ഇന്ന് പോകണ്ട, നീ നാളെ പോയാൽ മതി. ഇന്ന് നീ സ്വസ്ഥമായിരിക്കുക. സ്വസ്ഥമായിരിക്കാനല്ല പറഞ്ഞത്. സ്തോത്രം. ഇന്ന് നിനക്ക് ദൈവത്തെ സ്തുതിക്കേണ്ട സമയമാണ്. ഇന്ന് ദൈവത്തെ ആരാധിക്കേണ്ട സമയമാണ്. വിശുദ്ധ വസ്ത്ര അലങ്കാരം ധരിച്ചവർ ഒരുമിച്ച് നിന്ന് ആമേൻ ദൈവത്തെ സ്തുതിക്കുവാനാണ് യഹോവയായ ദൈവം യഹോശാഫാത്തിനോട് പറയുന്നത്. പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നാം രോഗിയായിരിക്കാം, മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. കിടന്നുകൊണ്ടായാലും ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. പ്രിയമുള്ള ദൈവമക്കളെ, എവിടെ ആരാധനയുണ്ടോ അവിടെ വിടുതലുണ്ട്.
ആരാധനയിലാണ് വിടുതൽ. ആരാധിക്കുന്ന ദൈവമക്കൾക്കാണ് വിടുതൽ. ആരാധിക്കുമ്പോഴാണ് വിടുതൽ. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ശത്രു മുന്നിലുള്ളപ്പോൾ കയ്യും കെട്ടി ആമേ കിടന്നുറങ്ങിയാലുണ്ടല്ലോ, അവൻ നിന്നെ തകർത്ത് കളയുമെന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രവാചകന്മാരുടെ വാക്ക് കേൾപ്പേ, ദൈവത്തെ അനുസരിപ്പേ. ഹല്ലേലൂയ. അപ്പോൾ പ്രതിസന്ധിയുടെ നടുവിൽ നാം ചെയ്യേണ്ടത് ദൈവത്തോട് ആലോചന ചോദിക്കണം. ഞാൻ എന്ത് ചെയ്യണം? ദൈവം പറയുന്നു ആമേ ഹല്ലേലൂയ, വിശുദ്ധ വസ്ത്ര അലങ്കാരം ധരിച്ച ഒരു കൂട്ടം ജനത്തെ ഒരുക്കുക. അവർ പാടട്ടെ, അവർ പ്രാർത്ഥിക്കട്ടെ, അവർ ദൈവത്തെ ആരാധിക്കട്ടെ, അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ നാം 22-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവർ പാടി സ്തുതിച്ചപ്പോൾ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരുടെയും മോവാബ്യരുടെയും പതിയിരിപ്പുകാരെ വരുത്തി. അവരിൽ നിന്ന് തന്നെ ചില പതിയിരിപ്പുകാർ വന്നു. 24-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ഹല്ലേലൂയ, പിറ്റേ ദിവസം ഇവർ യഹൂദ മരുഭൂമിയിലേക്ക് ചെന്നപ്പോൾ ഇവർക്ക് കാണുവാൻ കഴിഞ്ഞത് ആമേൻ, ശത്രുക്കളെല്ലാം ശവങ്ങളായി കിടക്കുകയാണ്. അവരെ ശവങ്ങളാക്കണമേ എന്നല്ല ഇവർ പ്രാർത്ഥിച്ചത്, ഇവർ ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. എരിഹോ മതിലുകൾ തീർക്കുവാൻ അവിടെ ഒരു ആയുധവും ഉണ്ടായിരുന്നില്ല. അവർ ദൈവത്തെ സ്തുതിച്ചു, അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു, യഹോവയുടെ നാമത്തെ സ്തുതിച്ചു, യഹോവയ്ക്ക് കീർത്തനം ചെയ്തു. ഇന്ന് മകൾ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ശത്രു നിന്റെ മുന്നിലുള്ളപ്പോൾ ഹല്ലേലൂയ, നീ ദൈവത്തെ സ്തുതിക്ക്, നീ ദൈവത്തെ ആരാധിപ്പാൻ എഴുന്നേൽക്ക്. ശത്രുവിനെ നിന്റെ മുൻപ് പരാജയപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. ശത്രു നിന്റെ മുൻപിലുള്ളപ്പോൾ നീ മൗനമായിരിക്കരുത്, നീ കിടന്നുറങ്ങരുത്, നീ അത് കണ്ടില്ല എന്ന് നടിക്കരുത്. നിനക്ക് ചെയ്യുവാനുള്ള സ്തുതിക്കുക. നമ്മുടെ ദൈവ സ്തുതികളുടെ മേൽ വസിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവ സ്തുതികളുടെ മേൽ വസിക്കുന്ന ദൈവമാകിയാൽ സ്തുതിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാമോ? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് ചില മിനിറ്റുകൾ ആരാധിക്കാം. കർത്താവേ, എൻ്റെ മുന്നിലുള്ള പ്രശ്നം അത് വലിയതാണ്, അതെനിക്ക് പരിഹരിപ്പാൻ കഴിയുന്നില്ല. എൻ്റെ ഓഫീസിലെ വിഷയം, എൻ്റെ കുടുംബത്തിലെ വിഷയം, ആമേ, എൻ്റെ തലമുറകളുടേതായ വിഷയം അത് വലുതാണ്, എനിക്ക് പരിഹരിപ്പാൻ കഴിയുന്നില്ല. നീ എന്നെ സഹായിക്കണം, നീ എന്നെ വിടുവിക്കണം. ഇന്ന് മകൾ നിന്റെ പ്രവൃത്തി എൻ്റെ മേൽ വെളിപ്പെടണം. അന്തരാതി ഗഞ്ജനാതി രത്തുരാതി വൈഷാരികലേ ഹുഡബാരബന അജബര ദിഗബര ഹുഡബര ബൗഡ. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ഒരു വിടുതൽ വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ഒരു വിടുതൽ വെളിപ്പെടട്ടെ. ഇന്ന് മകൾ ദൈവജനമേ, വിടുതലിന് വേണ്ടി, ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തെ ആരാധിച്ചാട്ട്. ഈ പകൽക്കാലം ഒരു വിടുതലിന്റെ പകൽക്കാലമാണ്. ഹല്ലേലൂയ. നിന്റെ ശത്രു പരാജയപ്പെടുന്ന പകലാണ്. അങ്ങനെ യഹോശാഫാത്തിന് സ്വസ്ഥത വന്നു എങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ മുന്നിലുള്ള സകല വിഷയങ്ങളെ, സകല പ്രശ്നങ്ങളെയും ദൈവം മാറ്റിയിട്ട് നമുക്ക് സ്വസ്ഥത നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്ന് അറിയേ, അതെ, വ്യാകുലപ്പെടുമ്പോൾ, ഭാരപ്പെടുമ്പോൾ നാം ചെയ്യേണ്ടത് ചെയ്യുവാനായി നമ്മോട് കൽപ്പിക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കൂ. അവന്റെ വാക്കനുസരിക്കൂ, അവൻ പറയുന്നത് പോലെ ചെയ്യൂ. വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടെ ദൈവത്തെ സ്തുതിക്കൂ. ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായും. അതിനാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. എന്റെ സങ്കേത
സങ്കേതവും എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ എൻ്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി കുഞ്ഞാട്ടിന്റെ വിലയേറിയ നീളത്തിൽ കുഞ്ഞാട്ടിന്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ ഫറവോനു ഞാനിനി അടിമയല്ല ഫറവോനു ഞാനിനി അടിമയല്ല പരമസിയോനിൽ ഞാൻ അന്യനല്ല പരമസിയോനിൽ ഞാൻ അന്യനല്ല ഫറവോനു ഞാനിനി അടിമയല്ല ഫറവോനു ഞാനിനി അടിമയല്ല പരമസിയോനിൽ ഞാൻ അന്യനല്ല പരമസിയോനിൽ ഞാൻ അന്യനല്ല എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ മാറായെ മധുരമാക്കി തീർക്കുമവൻ മാറായെ മധുരമാക്കി തീർക്കുമവൻ പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ പാറയെ പിളർന്നു ദാഹം മാറായെ മധുരമാക്കി തീർക്കുമവൻ മാറായെ മധുരമാക്കി തീർക്കുമവൻ പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ മാരുവിലൻ ദൈവമെനിക്കധിപതിയെ മാരുവിലൻ ദൈവമെനിക്കധിപതിയെ തരുമവൻ പുതുമന്നാതു മതിയെ തരുമവൻ പുതുമന്നാതു മതിയെ മാരുവിലൻ ദൈവമെനിക്കധിപതിയെ മാരുവിലൻ ദൈവമെനിക്കധിപതിയെ തരുമവൻ പുതുമന്നാതു മതിയെ തരുമവൻ പുതുമന്നാതു മതിയെ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നു ഒരിക്കൽ കൂടെ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നു ആമേൻ സംഹാരദൂതൻ എന്നെ കടന്നുപോയി എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ എൻ്റെ രക്ഷയും യേശുവത്രേ എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ എൻ്റെ രക്ഷയും യേശുവത്രേ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ കനാൻ ജീവിതം എനിക്കാനന്ദമേ കനാൻ ജീവിതം എനിക്ക് ആനന്ദം ആനന്ദമേ പരമാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ കനാൻ ജീവിതം എനിക്കാനന്ദമേ കനാൻ ജീവിതം എനിക്കാനന്ദമേ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി
സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. പ്രാർത്ഥനയ്ക്കായ തലകളെ വണക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഇന്ന് പോലും ഞങ്ങൾക്കൊന്ന് അനുഗ്രഹിക്കപ്പെട്ട വളരെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് തന്ന വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങളെ പരിപാലിച്ച അത്ഭുതകരമായ ദൈവിക പരിപാലനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ശേബാസിസ്റ്ററിന്റെ കർത്താവേ, വലിയ അനർത്ഥം സംഭവിക്കാമായിരുന്നെങ്കിലും ദൈവം അത്ഭുതകരമായി വിടുവിച്ചുവല്ല കർത്താവേ. ആമേൻ. സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് വേൽ കർത്താവ് അവസരം നൽകിയതിനാൽ സ്തോത്രം. കർത്താവ് ഇവർക്ക് നല്ലൊരു വാഹനം ആവശ്യമാണ്. തക്ക സമയത്ത് ഒരുക്കി ദൈവം മാനിക്കണമേ കർത്താവേ. കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും ദൈവ സാന്നിധ്യം തന്നതിനാൽ അങ്ങേ സ്തുതിക്കുന്നു. പാടി ആരാധിപ്പാൻ അവസരം നൽകിയല്ലോ, പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തിയല്ലോ, സങ്കീർത്തനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചല്ലേ കർത്താവേ. യഹോവ ഞങ്ങളുടെ പക്ഷത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് ആമേൻ ഇന്നും ജീവനുള്ള ദേശമായിരിക്കാൻ അടികൾക്ക് അവസരം നൽകിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്ത കർത്താവേ. ഹല്ലേലൂയ. പ്രിയ ടോബി പാസ്റ്ററെ കർത്താവേ, നീ അയച്ചുവല്ലോ. അവിടുത്തെ ദാസர்கள் കേൾപ്പിച്ച വളരെ ശ്രേഷ്ഠമേറിയ ആലോചനകൾക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവേ. പലപ്പോഴും നാഥ അത് എന്ത് ചെയ്യണമെന്നറിയാതെ, അത് ശക്തിയില്ലാതെ ഭാരപ്പെട്ട വേളകളിൽ ദൈവമുഖത്തേക്ക് നോക്കിയപ്പോ, ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ചപ്പോൾ ഇറങ്ങി വന്ന് വിടുവിച്ചതായ അത്ഭുത വിടുതലുകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്ത കർത്താവ്. ഹല്ലേലൂയ. ഈ ദൈവം ഇന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവം. ജീവോരി നടത്തുവാൻ അവിടുന്ന് ശക്തനാകിയാൽ സ്തോത്രം. അവിടുത്തെ ദാസന് മക്കളോടുകൂടെ ഈ ദേശത്ത് ഈ രാജ്യത്തായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ആരോഗ്യത്തോടെ കാക്കണമേ, ശുശ്രൂഷയിൽ ബലപ്പെടുത്തണമേ, സഭയ്ക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ആമേൻ. ആമേൻ. സൗഖ്യത്തോടെ മടങ്ങി പോകുന്നവരെയും നിന്റെ പരിപാലനം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കൂട്ടിവന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനായി പ്രാർത്ഥിക്കുന്നു, സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വരാൻ പോകുന്ന ആനിവേഴ്സറിയെ ദൈവം അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. സാക്ഷ്യവചനങ്ങൾ പറഞ്ഞ എല്ലാവർക്കുമായി സ്തോത്രം. ഇത് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാറ്റിന്മേലും നിന്നെ നീതിയുള്ള കരം നീട്ടി സഹായിക്കണമേ. ഇന്ന് പകൽ ക്ഷീണത്തോടെ കടന്നു വന്നവർ ബലത്തോടെ കടന്നു പോകത്തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചതിനാൽ സ്തോത്രം കർത്താവേ. എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ശിപാസനായി, തൻ്റെ കുടുംബത്തിനായി, അവൻ എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം ചെയ്ത് കർത്താവേ. ഈ ഒരാഴ്ചകാലം ജീവിപ്പാൻ വേണ്ട ദൈവകൃപ എല്ലാവർക്കും സമൃദ്ധിയായി നൽകുമാറാകണമേ. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, അനർത്ഥങ്ങൾ പതിയിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരെയും സംരക്ഷിക്കണമേ. ജോലി സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ ജോലി സമ്മർദ്ദങ്ങൾ കൂടാതെ എല്ലാവരെയും പരിപാലിക്കണമേ കർത്താവ്. ഹല്ലേലൂയ. കടന്നു വരാൻ കഴിയാത്തവരുണ്ടല്ലോ, ഈ ചർച്ചിൽ പുതിയ ആത്മാക്കളെ ദൈവം നൽകണമേ. സഭയെ നിലനിർത്തി വർദ്ധിപ്പിക്കണമേ കർത്താവിന്റെ വരവിനാ ഞങ്ങൾ എല്ലാവരെയും ഒരുക്കും. ഇപ്പോൾ സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കും. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെത്തുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും കർത്താവാം യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിരന്തര കൂട്ടായ്മയും കാവലും തലമുണക്കിയിരിക്കുന്ന ഏവരോടും പ്രാർത്ഥന കാര്യങ്ങളോടും വയന സംസാരിച്ച കർത്താവിനും വിലപ്പെട്ടദാസനോടും ചർച്ചിന്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളോടും കൂടെ ഇന്ന് വന്നേക്കും കർത്താവിന് വരുവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന കർത്താവിന് ചേർന്ന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുവേ വേഗം വരണമേ.